നമസ്കാരം. 18 കവികളിൽ പ്രമുഖനായിരുന്നു ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അദ്ദേഹം വിളംബരം ചെയ്തൊരു സമസ്യയിലെ വീരമർക്കട കമ്പിത എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യമില്ലായ്മയെപ്പറ്റി പൂനൻ നമ്പൂതിരി തർക്കമുന്നയിച്ചതായി കേട്ടിട്ടുണ്ട്. എത്രയൊക്കെ നന്നായി ശ്ലോകം ചമച്ചാലും ചില വാക്കുകൾ കേൾക്കുന്നവർക്ക് കല്ലുകടിയായും ചൊറിച്ചിലായും തോന്നിയാൽ അവിടെ തീർന്നു പ്രയോഗത്തിൻ്റെ ഭംഗി. നിലമ്പൂരിൽ നടന്ന LDF കൺവെൻഷനിൽ KT ജലീൽ സാഹിബ് എഴുതി കൊണ്ടുവന്ന് വായിച്ച സ്വരാജ് കീർത്തനങ്ങൾ കേട്ടാൽ ആരായാലും കോരിത്തരിച്ചു പോകും. അത് കേൾക്കാൻ പിണറായി വിജയൻ വേദിയിലുണ്ടായിരുന്നെങ്കിൽ മരുമകൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഉറക്കമില്ലാതെ പോയേനെ. ഇത്രയൊക്കെ ഭാഷാപണ്ഡിതനായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിൽ മന്ത്രിയായിരുന്നിട്ടും സ്വരാജിനെപ്പറ്റി നല്ല 4 സ്തുതിഗീതങ്ങൾ ഉരുവിടാൻ എഴുതി കൊണ്ടുവന്ന് വായിക്കേണ്ട ഗതികേടുണ്ടായല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വരാജ്യ കീർത്തനങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: കഴിവും പ്രാപ്തിയും അറിവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, സംശുദ്ധമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ, വളർന്നു വരുന്ന നേതാക്കളിൽ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ജനകീയ മുഖത്തിൻ്റെ പേര്, അരുതായ്മകളോടും തൊഴിലാളി വിരുദ്ധ നിലപാടുകളോടും സന്ധി ചെയ്യാത്ത മനുഷ്യസ്നേഹി, ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ മാറുവിരിച്ച പടനായകൻ, കലർപ്പില്ലാത്ത മതേതരവാദി, പൊതുപ്രവർത്തകരിൽ ദാർശനിക ഭാവമുള്ളയാൾ, വിനയവും നിഷ്കപടതയും സമന്വയിപ്പിച്ച ചുവപ്പിൻ്റെ പ്രതീകം, അസൂയയില്ല കുശുമ്പില്ല, അധസ്ഥിതരുടെ നിലവിളികൾക്ക് കാതുകൊടുക്കുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. ഇനി വരുന്നതാണ് ഒരു പൊളപ്പൻ പ്രയോഗം. റീൽസും കുതന്ത്രങ്ങളും ജനങ്ങളെ പൊട്ടീസാക്കലും പയറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി M. സ്വരാജ്. റീൽസും കുതന്ത്രങ്ങളും ജനത്തെ പൊട്ടീസാക്കലും പയറ്റാത്ത നേതാവ്. ഇതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് ആരെയാണ്? ഇത് നമ്മുടെ മരാമത്ത് മരുമകനായ മുഹമ്മദ് റീൽസിൻ്റെ വിശേഷണമല്ലേ? ഞാൻ ഇനിയും റീൽസ് ഇടും, ഇല്ലെങ്കിൽ എനിക്കെൻ്റെ പ്രഭാതങ്ങളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ മരുമകനെ ശരിക്കുമൊന്ന് വാരിയതല്ലേ ഈ KT ജലീൽ. റിയാസിൻ്റെ പെട്ടെന്നുള്ള വരവ് കൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചയാളാണ് ഈ ജലീലും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വിളങ്ങിയ മനുഷ്യൻ 2ാം പിണറായിയുടെ കാലത്ത് വെറുതെ തേരാപ്പാര നടക്കുകയാണ്. നിയമസഭയിൽ അല്പം കൂടുതൽ പ്രസംഗിച്ചു പോയാൽ ഷംസീർ ചെവിക്ക് വിടും. എൻ്റെ തല മരുമോൻ്റെ തല എന്ന നിലയിൽ ഫ്ലെക്സ് വിപ്ലവം നയിക്കുന്ന പിണറായി ജലീലിൻ്റെ പ്രസംഗത്തിലെ മുനവച്ച വർത്തമാനം കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇത്രയൊക്കെ പുകഴ്ത്താൻ തക്ക ധാർമ്മികതയും മാനവികതയും ദാർശനികതയും നിസ്വരക്ഷയുമുള്ള സ്വരാജ് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി എന്ത് വിരിമാറ് കാട്ടി സമരം ചെയ്തുവെന്ന് ജലീൽ ഒന്ന് വിശദമാക്കണം. ഗാസയ്ക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും വാദിക്കുന്ന ദാർശനികനായ വിപ്ലവകാരി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇന്നോളം നടന്ന ഏതെങ്കിലും ജനകീയ സമരത്തെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ആശാസമരക്കാർ 100 ദിവസം പിന്നിട്ടിട്ടും ഈ മനുഷ്യൻ എന്നെങ്കിലും ഒരു വാക്ക് ഇതിനെപ്പറ്റി കുറിച്ചിട്ടുണ്ടോ? സ്വന്തം പാർട്ടിയുടെ തീരുമാനം അതെത്ര നെറികെട്ടതായാലും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാനല്ലാതെ ഈ ധീരനായ വിപ്ലവകാരിയെ കൊണ്ട് എന്ത് കാര്യത്തിന് കൊള്ളാം? ആദർശം എഴുതി അടുപ്പത്തിട്ടാൽ ചോറാകില്ല ജലീൽ സാഹിബേ. വർഗീയത പറഞ്ഞ് മതപരമായി ആക്ഷേപിച്ച് കയ്യടി വാങ്ങിക്കൂട്ടാൻ മിടുക്കനാണ് സ്വരാജ്. 2018 വെള്ളപ്പൊക്ക കാലത്ത് അയ്യപ്പനെ കൊണ്ട് മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിപ്പിച്ച വിദ്വാനാണ്. ഇത്തരത്തിൽ നെറികെട്ട വിശ്വാസ ധ്വംസകനാണ് ഈ സ്വരാജ്. ബലാത്സംഗ വീരന്മാരെയും ഭീകരവാദികളെയും മതം നോക്കി സ്നേഹിച്ച കപട കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇയാൾ. സ്വരാജ് ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾക്കെതിരെ ഇന്ത്യയിൽ കടുത്ത പോരാട്ടം നടത്തുമ്പോൾ പിണറായി വിജയൻ ആ ഭൂതത്തെ പേടിച്ച് കുടുംബസഹിതം നാട് വിട്ടത് നമുക്കറിയാം. ശബരിമലയിൽ ഫെമിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളെ കയറ്റാൻ എന്തൊരു ഉത്സാഹമായിരുന്നു ഈ മനുഷ്യന്. പക്ഷേ അച്ഛൻ്റെ പേരായ മുരളീധരൻ നായരെന്ന് ചേർത്ത് പറയാൻ മടിയാണ്. ഇപ്പോൾ വെറും മുരളീധരൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ സ്ഥാനത്ത്. അതാണ് കാപട്യം. നായരെന്ന് പറഞ്ഞാൽ നാണക്കേടും വോട്ടില്ലാതെയും വരും. നമ്പൂതിരിപ്പാട് ജീവിച്ച കാലം അത്രയും ആ പാടും കൊണ്ടാണ് ജീവിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വിപ്ലവത്തിനും കമ്മ്യൂണിസത്തിനും ഒരു കേടുപാടും സംഭവിച്ചതുമില്ല. ഹമാസിലെ ബലാത്സംഗ വീരന്മാരെയും ഭീകരവാദികളെയും മതം നോക്കി സ്നേഹിച്ച കപട കമ്മ്യൂണിസ്റ്റാണ് ഈ സ്വരാജ്. ഇത് പറയുന്നതിന് യാതൊരു അതിശയോക്തിയുമില്ല. VSനോട് പറഞ്ഞതും ചെയ്തതുമൊക്കെ ഇവിടെ ഇനി ആവർത്തിക്കുന്നില്ല എന്ന് കരുതി അറിവിൻ്റെ നിറകുടമാണ് സ്വരാജ്. നെരൂദയുടെ കവിതകളും പരീക്ഷത്തിൻ്റെ കഥയും അറിയാം. പിണറായി ബാധ കയറിയ കാലം മുതൽ എതിരാളികളെ ശക്തമായ വാക്കുകൾ കൊണ്ട് ചീന്തിയാണ് ശീലം. ഇപ്പോൾ എത്ര ശാന്തനും സൗമ്യനുമാണ് സ്വരാജ്. ജലീൽ സാഹിബേ,
അൻവർ പാർട്ടിയോട് പിണങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് കന്നാസും കടലാസും എന്ന പോലെ നിങ്ങൾ നടക്കുന്നതും റീൽസ് ഇടുന്നതുമൊക്കെ നാട്ടുകാർ കണ്ടിരുന്നു. നിങ്ങളുടെ ചാഞ്ചാട്ടം പാർട്ടിക്ക് പിടികിട്ടിയിട്ടുമുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങളിട്ട പല പോസ്റ്റുകളിലും പാർട്ടിക്കിട്ട് കുത്തലുണ്ടായിരുന്നു. തല പോകുമെന്നും ബോംബ് പിറകെ വരുമെന്നും ഭയന്നു മാത്രമല്ലേ നിങ്ങൾ ഈ ലീഗിൽ പോയി അഭയാർത്ഥിയാകാത്തത്. ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ മുതൽ ബിരിയാണി ചെമ്പിൽ വരെ നിങ്ങളുടെ പേരും അന്ന് സ്വപ്ന എഴുതി ചേർത്തിരുന്നു. ഇതൊന്നും ആരും മറന്നിട്ടില്ല സാഹിബേ. അതുകൊണ്ട് മിസ്റ്റർ ജലീൽ മാക്സിമം തള്ളിക്കോളൂ. നന്ദി.